ഹലോ ഡിയേഴ്സ്, ഞാൻ അഞ്ജലി. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇട്ര എന്ന് പറയുന്നൊരു മീനാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങളും ഈ മീനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കഴിക്കും. അതിനാവശ്യമായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്നത് പോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, മീഡിയം സൈസ് സവാള, ഒരു മീഡിയം സൈസ് തക്കാളി, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, കടുക്, ഉലുവ ഇതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കറിച്ചട്ടി അടുപ്പിൽ വെച്ചു. അത് ചൂടായതിന് ശേഷം എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവയും പൊട്ടിയതിന് ശേഷം നമ്മൾ ഇഞ്ചി ചതച്ചാണ് വെച്ചിരിക്കുന്നത്. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തു. അതിന് പിന്നാലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ടു. അതും ചൂടായി വന്നതിന് ശേഷം നമ്മളൊരു മീഡിയം സൈസ് സവാള എടുത്തിരിക്കുന്നത്, അത് ചെറുതായി അരിഞ്ഞ് അത് നന്നായിട്ട് ചതച്ചെടുത്തു. അതും ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ടു. നന്നായി വഴറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്തു. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മുടെ പാകത്തിനുള്ളതാണ് നമ്മൾ ചേർക്കുന്നത്. അത് നമ്മൾ ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ട് വഴറ്റി വന്നു. ആ പച്ചമണമെല്ലാം പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ കറിവേപ്പില ഇടുന്നുള്ളൂ. എന്നാലാണ് അതിന് നമുക്ക് ടേസ്റ്റ് നമുക്ക് ഉണ്ടാകുള്ളൂ. പിന്നാലെ അതിലേക്ക് നമ്മൾ കൊടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളവും കൊടംപുളിയും ചേർത്തിട്ടു. അത് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം ഓരോന്നായി മീൻ നമ്മളിട്ടു. വെള്ളം എല്ലാം ഒന്ന് കുറുകി വന്ന് കാണുമ്പോൾ നമ്മളതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു. തേങ്ങാപ്പാൽ ഒഴിച്ച് ചട്ടിയിൽ തന്നെ പിടിച്ചൊന്ന് കറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇളക്കുവല്ല ചെയ്യുന്നത്. അധികം ചൂടാവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.